എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാലിലൂടെ ദേവയാനിയുടെ ഉള്ളിൽ ചെന്ന വിഷം പ്രവർത്തിച്ചു തുടങ്ങി. ദേവയാനിക്ക് പെട്ടെന്ന് പരവേശവും ഛർദിയും ഒക്കെ വന്ന് തളർന്നു വീഴുവാണ്. ദേവയാനി എടുത്തുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന ജയനെ കാണിക്കുന്നുണ്ട്. അന്നേരം രേവതി ചോദിക്കും, എന്തു പറ്റി ജയേട്ടാ, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പം എന്താണെന്നറിയത്തില്ല, പെട്ടെന്നൊരു പരവേശവും തളർച്ചയും ഛർദിയും ഒക്കെ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ജയൻ പറയുന്നുണ്ട്. ഏതായാലും ഇതറിയുന്ന അനി ഓടി ആദർശിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, ഇങ്ങനെ വല്യമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല, നല്ല ക്ഷീണമുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ആദർശിനോട് അനി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അതിനിടയ്ക്കോടെ അനാമിക പയ്യെ പറയുവാണ് അനിയോട്, അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിന്. അതിന് അവൾ എന്തോ ഒപ്പിച്ചതാണ്, അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയും. അത് കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, നിനക്ക് ശകലമെങ്കിലും സ്നേഹം വല്യമ്മയോടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കരുതേ എന്ന് മനസ്സുരുകിയൊന്ന് പ്രാർത്ഥിക്കുക, അത്രയെങ്കിലും ചെയ്യുക എന്ന് അനാമികയോട് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദേവേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് കാണിക്കുന്നത്. സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ട് പോകുമ്പോഴും തീരെ വയ്യ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. തളർന്ന് കിടക്കുമ്പോഴും തീരെ വയ്യ മുഖമൊക്കെ. ആദർശും ജയനും നയനയും എല്ലാവരും കൂടെയുണ്ട്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.